പൈനാപ്പിൾ ജാം ഉണ്ടാക്കുന്നതാണ് ചെയ്യുന്നത്. അതിനായിട്ട് പഴുത്ത ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുള്ളെല്ലാം നീക്കം ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞ ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇവിടെ 10 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ ഇത്രയും വേണ്ടി വരില്ല. അതുപോലെ പൈനാപ്പിളിൽ പുളി കൂടുതലാണെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. പഞ്ചസാര ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് പൈനാപ്പിൾ അടിച്ചത് ചേർത്ത് ഇളക്കി കൊടുക്കാം. പഞ്ചസാര അലിഞ്ഞ് പൈനാപ്പിളിനോട് ചേരണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. പക്ഷേ എപ്പോഴും ഇത്തരത്തിൽ തിളച്ചുകൊണ്ടേയിരിക്കണം. ഇനി 7 ഗ്രാമ്പൂ എടുത്ത് ഒന്ന് ചെറുതായിട്ട് ചതച്ച ശേഷം അതും കൂടി പൈനാപ്പിളിലേക്ക് ഇട്ട് കൊടുക്കാം. പൈനാപ്പിളിലെ വെള്ളം കുറഞ്ഞ് വറ്റി വരുമ്പോഴേക്ക് ഇതിലേക്ക് അരമുറി നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് പൈനാപ്പിളിന് അരമുറി നാരങ്ങയുടെ നീരാണ് കണക്ക്. ജാം ഇത്തരത്തിൽ വിട്ട് വീഴാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല കയ്യിൽ ഒട്ടാനായിട്ടും തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ചെറുതായിട്ട് ചൂടാറുമ്പോഴേക്കും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒത്തിരി വറ്റിച്ച് കട്ടിയാക്കി എടുത്താൽ ജാം ഒരുപാട് കട്ടിയായിട്ട് പോവും. അതുകൊണ്ട് കുറച്ചൊന്ന് അയഞ്ഞിരിക്കുന്ന പാകത്തിൽ തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത്യാവശ്യം നിറമുള്ള പൈനാപ്പിൾ എടുത്തിട്ട് പോലും ഇതാണ് നാച്ചുറൽ ആയിട്ടുള്ള ജാമിൻ്റെ കളറ്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നതിൽ എത്രത്തോളം ഫുഡ് കളർ ചേർക്കുന്നുണ്ടെന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ. ഫുഡ് കളർ മാത്രമല്ല പ്രിസർവേറ്റീവ്സും അവർ ചേർക്കുന്നുണ്ട്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ജാം ചൂടാറി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചോളൂ. 1 മാസം വരെ കേടുകൂടാതെ ഇരിക്കുന്നതാണ്. മാത്രമല്ല കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയോടുകൂടി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ടും സാധിക്കും. ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഗ്രാമ്പൂ ജാമിന് ഒരു പ്രത്യേക മണവും രുചിയും നൽകും. ഗ്രാമ്പൂവിൻ്റെ രുചിയും മണവും ഇഷ്ടമില്ലാത്തവർക്ക് കറുവാപ്പട്ട ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെറിയ അളവിൽ ഒരു പൈനാപ്പിൾ വെച്ച് പൈനാപ്പിൾ ജാമൊക്കെ ഉണ്ടാക്കിയാൽ ഒരു മീഡിയം സൈസിൽ ഒരു കുപ്പി കിട്ടുന്നതാണ്. പ്ലാസ്റ്റിക് പേപ്പർ വെച്ച് കുപ്പിയുടെ മുകളിൽ ഒന്ന് അമർത്തിയാൽ ജാം നല്ല ലെവലായിട്ട് കുപ്പിയിലിരിക്കും. ഇനി പൈനാപ്പിൾ ജാം ഈ രീതിയിൽ വീട്ടിലുണ്ടാക്കി നോക്കിയ ശേഷം അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തോളൂ. മറ്റൊരു നല്ലൊരു വിഭവമായി മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക് യു.